അപ്പൊ നമ്മുടെ ഈ ഊട്ടീന്റെ തിരക്കുന്നൊക്കെ ഒന്ന് മാറിയിട്ട് പീസ്ഫുൾ ആയിട്ട് നല്ല നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കൂനൂരും കോട്ടഗിരിയും. ഊട്ടിയിലെ പോലെ തന്നെ ഏകദേശം ക്ലൈമറ്റ് ഉണ്ട് അവിടെ. തണുപ്പ് ഊട്ടിയുടെ അത്ര ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, കൂനൂരാണ് ഫസ്റ്റ് ഞങ്ങൾ പോയത്. ഇത് ലാൻഡ് സ്റ്റോക്ക് ആണ് കേട്ടോ, അവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. അവിടെ കണ്ടില്ലേ കോടൊക്കെ ഇങ്ങനെ ഇരച്ചു കയറി വരുന്ന അടിപൊളി പ്ലേസ് ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോൾഫിൻ സ്നോസ് പോയിന്റ് ആണ് പോയത് കേട്ടോ. അവിടെ പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് തോന്നിയില്ല. മേ ബി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഉച്ചയായി, ഒരു 12 മണി അടുത്തായിട്ടുണ്ട്, അതായിരിക്കണം. നല്ല ചൂടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഈ കാതറിൻ വാട്ടർഫാൾസിന്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, അതൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് കയറിയ അതനുസരിച്ചിട്ട് അത്ര വർത്തല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. നല്ല ചൂടായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഇതാ ഈ കാണുന്ന റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് കാതറിൻ വാട്ടർഫാൾസിലേക്കായിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വാട്ടർഫാൾസ്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഏറ്റവും പാടായിരുന്നു. കുറച്ച് കാടും മേടൊക്കെ താണ്ടി ഒരു ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, അത് കാരണം അമ്മയൊന്നും അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേയിലേക്ക് പോയിട്ടോ. അതെ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റോൺ ഹൗസ് ആണ് ഞങ്ങൾ എടുത്തത്. അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഒരു 7 പേരായിരുന്നു, എക്സ്ട്രാ ബെഡൊക്കെ ആയിട്ട്. നല്ല സ്റ്റേ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുൾ അലങ്കോലമായിട്ടാണ് കേട്ടോ എടുക്കണത്. അത് കാരണം ഞാൻ കൂടുതൽ വീഡിയോ എടുത്തില്ല. ദെൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെയാണ് ഈ വീഡിയോ. ഞങ്ങള് പോകുന്നത് കോടനാടുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് അവിടെ പോകണം. ഈ ഒരു പൊരി വെയിലത്ത് പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന റൂട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ചെറിയൊരു പീസ്ഫുൾ സ്റ്റേ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു. അങ്ങനെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോയി വന്നിട്ടോ. അപ്പൊ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ബൈ ബൈ.